നീ അന്വേഷിക്കുന്ന ഉത്തരം ഭൂതകാലത്തിൽ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. കഴിഞ്ഞ കാലം പോയി. നിനക്കത് വീണ്ടും ജീവിക്കാനും കഴിയില്ല. നിനക്കത് വീണ്ടും ചെയ്യാൻ കഴിയില്ല. നിനക്കത് പഴയപടിയാക്കാൻ കഴിയില്ല. ഇന്ന് എന്ത് ചെയ്യരുത് എന്നതിനുള്ള ഉത്തരം അതിലുണ്ടാകും. ഭൂതകാലം അത്രയേ ഗുണകരമാകൂ. ഇന്ന് അതേ തെറ്റ് ചെയ്യാതിരിക്കാൻ അതിൽ നിന്ന് പഠിക്കുക. എന്നാൽ ഭൂതകാലത്തിൽ നിന്ന് നിനക്ക് രോഗശാന്തി കണ്ടെത്തുവാൻ കഴിയില്ല. ഭാവിയിലും നിനക്കത് കണ്ടെത്താൻ കഴിയില്ല. നാളെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല. അതിനാൽ നീ ഇന്ന് ജീവിക്കണം. ഇന്ന് നീ ജീവിക്കണം. ഇന്ന് നിനക്ക് എന്ത് ഉത്തരം നൽകാൻ കഴിയുമോ അതാണ് നീ ഉത്തരം നൽകുന്നത്. ഇന്ന് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതാണ് നീ ചെയ്യുന്നത്. ഇപ്പോൾ നിനക്കുള്ളത് ഇന്നാണ്. ഇന്ന് നിനക്ക് കഴിയുന്നത്ര മികച്ചതാക്കുക. ബൈബിൾ പറയുന്നു, മത്തായി 6:34 അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. നിനക്ക് ഭൂതകാലത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഭാവിയിൽ ജീവിക്കാനും കഴിയില്ല. നിനക്ക് ഇന്ന് മാത്രമേ ജീവിക്കാൻ കഴിയൂ. ഭൂതകാലത്തിനോ ഭാവിയിലോ ആയിരിക്കുന്നതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് വർത്തമാനകാലം നഷ്ടമായി പോകുമെന്നതാണ്. ദാവീദ് പറഞ്ഞു, ഇത് കർത്താവ് സൃഷ്ടിച്ച ദിവസമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്. നിങ്ങൾ പൂർണ്ണമായും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഓരോ നിമിഷവും പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടോ? ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളെ വിലമതിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ഇന്നലകളിലാണോ? നിങ്ങൾ നാളെയിലാണോ? ഇന്നത്തേക്ക് വരൂ. വളരെ കാലം മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പരിഭ്രാന്തരാകും. അത് കണ്ടെത്തി അത് പഴയപടിയാക്കാനും ശ്രമിക്കും. അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നോർത്ത് നമ്മളെല്ലാവരും പരിഭ്രാന്തരാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ നിമിഷത്തിൽ നമുക്ക് സന്നിഹിതരായിരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം മാറ്റാൻ കഴിയാത്ത ഭൂതകാലത്തെ ഉപേക്ഷിക്കുകയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ഭാവിയുമായി ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. ഭൂതകാലത്തിൽ അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിഷാദത്തിലേക്ക് നയിക്കും. ഭാവിയിൽ അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോ അത് ആശങ്കയിലേക്ക് നമ്മളെ നയിക്കും. ഭൂതകാലത്തിൽ ജീവിക്കുന്നതോ ഭാവിയിൽ ജീവിക്കുന്നതോ വളരെ എളുപ്പമാണ്. വർത്തമാനകാലത്ത് ജീവിക്കുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. നമുക്കുള്ളത് അത്രയേ ഉള്ളൂ. ഈ നിമിഷത്തിൽ മുഴുകുക. നിങ്ങളുടെ പാദങ്ങൾ എവിടെയാണോ അവിടെ ആയിരിക്കുക. ദൈവം നിങ്ങളുടെ മുന്നിൽ വെച്ചതും കാണുക. ഇതാണ് ദിവസം. കർത്താവ് സൃഷ്ടിച്ച ഈ നിമിഷം നമ്മൾ അതിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. പഴയ നല്ല ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. നിങ്ങൾ പഴയ നല്ല ദിവസങ്ങളിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. മികച്ച ഓർമ്മകൾ, മികച്ച ആളുകൾ, മികച്ച അവസരങ്ങൾ. തിരക്കിലും സമ്മർദ്ദത്തിലും അസ്വസ്ഥതയിലും ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇന്ന്, ടുഡേ, അത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്. സഹിക്കുക മാത്രമല്ല, ആസ്വദിക്കുകയും ചെയ്യുക. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ നല്ല ഓർമ്മകളുമായി നിങ്ങൾ തിരിഞ്ഞു നോക്കും. എൻ്റെ കുട്ടികളെ വളർത്തിയ നല്ല പഴയ കാലമായിരുന്നു അത് എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ പഴയ നല്ല കാലത്താണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങളത് തിരിച്ചറിയുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ സംഭവിക്കുന്നത്, എനിക്ക് മറ്റെവിടെയെങ്കിലും ആകണം എന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കാലുകൾ എവിടെയാണോ അവിടെ ആയിരിക്കാൻ നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യാനികളായ നമുക്ക് മനസ്സിലാകും, അതേ, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ദർശനമുണ്ട്. ദൈവത്തിന് എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അവൻ എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ എങ്ങോട്ടോ പക്ഷേ പോകുകയാണ്. പക്ഷേ ഞാനിവിടെയില്ല. പ്രശ്നം ഇതാണ്. അതെ, ദൈവം ഇവിടെയുണ്ട്, പക്ഷെ ഞാനില്ല. ദൈവം സന്നിഹിതനാണ്, പക്ഷെ ഞാനിവിടെയില്ല. ഞാനിപ്പോൾ ജീവിക്കുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾ അവസാനമായി അത്ഭുതം കൊണ്ട് നിറഞ്ഞത് എപ്പോഴാണ്? ദൈവം ഇവിടെയുണ്ട്. ഞാനിവിടെ ഉണ്ടാകുമോ? നാളെയല്ല വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതൊന്നുമല്ല. പക്ഷെ നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത്. ഓരോ ദിവസവും ഓരോ ശ്വാസവും നിങ്ങൾക്കിപ്പോൾ അതിനുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം അതിനെ ഒരു സമ്മാനമെന്ന് വിളിക്കുന്നത്. അത് അവൻ്റെ ഒരു സമ്മാനമാണ്. നാളെ വരെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. കർത്താവേ, ഒരു ദിവസം മാത്രം ജീവിക്കാൻ എന്നെ സഹായിക്കൂ. ഇതോർമ്മിക്കുക. നിങ്ങളുടെ ദിവസങ്ങൾ പോലെ നിങ്ങളുടെ ശക്തിയും അങ്ങനെയായിരിക്കും. നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കൂ. ദൈവം ചെയ്യുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും എനിക്കെല്ലായ്പ്പോഴും ഈ ദിവസത്തിൻ്റെ ആനന്ദം ആസ്വദിക്കാൻ കഴിയും. കാരണം ജീവിതം പ്രവചനാതീതമാണ്. അതിനാൽ ഇന്ന് ആസ്വദിക്കൂ. ഭാവി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതിനാൽ എന്ത് സംഭവിക്കുമെന്ന് വിഷമിക്കേണ്ട. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, അറിയപ്പെടുന്ന ഒരു ദൈവത്തിൽ അജ്ഞാതമായൊരു ഭാവിയെ വിശ്വസിക്കാൻ ഒരിക്കലും ഭയപ്പെടരുത്. ഭാവി എന്താണെന്ന് നമ്മളിൽ ആർക്കും അറിയില്ല. പക്ഷെ നാളെ ആര് പിടിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ കൈ ആര് പിടിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കില്ല. ബൈബിൾ പറയുന്നത് ഞാൻ ചെയ്യും. ഞാൻ ദൈവത്തോടൊപ്പം നടക്കും. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയും മറുവശത്ത് സന്തോഷിച്ചും ജീവിതം ആസ്വദിച്ചും പുറത്തു വരികയും ചെയ്യും. വിഷമം നാളത്തെ ദുഃഖത്തെ ചോർത്തുന്നില്ല, അത് ഇന്നത്തെ ശക്തിയെ ചോർത്തുന്നു. വാസ്തവത്തിൽ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഈ വാക്യം പറയുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനാൽ നാളെയെക്കുറിച്ച് വിഷമിക്കേണ്ട. കാരണം നാളെ അതിൻ്റെതായ വിഷമങ്ങൾ കൊണ്ടുവരും.
ഇന്നത്തെ കഷ്ടപ്പാടുകൾ ഇന്നത്തേക്ക് മതി. അത് നല്ല കാര്യമാണ്. വിഷമിക്കാതിരിക്കുന്നതിൻ്റെ രഹസ്യം ഒരു ദിവസം ജീവിക്കുക എന്നതാണ്. കാരണം നിങ്ങൾ വിഷമിക്കുമ്പോൾ നാളെയിൽ നിന്ന് കടം വാങ്ങാൻ നിങ്ങൾ പ്രവണത കാണിക്കുന്നു. യേശു പറയുന്നു, അത് ചെയ്യരുത്, നാളെയെക്കുറിച്ച് വിഷമിക്കേണ്ട. യേശു ഇത് നേരിട്ട് പറയുന്നില്ലെങ്കിലും അത് മിക്കവാറും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആളുകൾ നാളെയിൽ നിന്ന് കടം വാങ്ങുന്നു. അത് വളരെ മോശമാണ്. അങ്ങനെ അവർ നാളെയുടെ ഭയം കൊണ്ടുവരുന്നു. ഇന്നലത്തെ പശ്ചാത്താപം ഇന്നിലേക്ക് കൊണ്ടുവരുന്നു. അത് ഇന്നത്തെ കാര്യങ്ങളെ അസഹനീയമാക്കുന്നു. അവർ വളരെയധികം ഭാരങ്ങൾ വഹിക്കുന്നു. യേശു നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠം ഇതാണ്: നിങ്ങൾക്ക് ഒരേ സമയം 2-3 ദിവസം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. ധാരാളം ആളുകളുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉത്കണ്ഠയും ഭയവും രൂക്ഷമാകാനുള്ള ഒരു കാരണം നിങ്ങൾ ഒരേ സമയം ഒന്നിലധികം ദിവസം ജീവിക്കാൻ ശ്രമിക്കുന്നതിനാണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയില്ല. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ ആശങ്കാകുലരാകുന്നു. അവ നിങ്ങൾക്ക് സംഭവിക്കാൻ പോലും നിങ്ങൾ അവിടെ ഉണ്ടാകണമെന്നില്ല. നിങ്ങളിൽ ചിലർ മഹാന്മാരാകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ മഹാന്മാരാകണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ ചിലർ കുറച്ചു വർഷം കഴിഞ്ഞ് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് വിവാഹിതരാകാൻ യേശു നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ചിലർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ സംതൃപ്തരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ദീർഘദൂരം പോകാനുള്ള വഴി ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുക എന്നതാണ്. യേശുവിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതാണ്: നിങ്ങൾ ഇന്നായിരിക്കാൻ അവൻ നിങ്ങൾക്ക് ശക്തി നൽകും. നാളെയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, കാരണം നാളെ വരുമ്പോൾ അത് ഇന്നായിരിക്കും. ഇന്ന് എൻ്റെ ശ്രദ്ധ ആവശ്യമാണ്. എനിക്കുള്ളതെല്ലാം ഇന്ന് ആവശ്യമാണ്. ഇന്നത്തേക്ക് എനിക്ക് എൻ്റെ ഏറ്റവും മികച്ചതായിരിക്കണം. കാരണം നാളെ എനിക്ക് ഉറപ്പില്ല. അതിന് അതിൻ്റെതായ ധാരാളം പ്രശ്നങ്ങളുമുണ്ട്. അതിനാൽ അവൻ പറയുന്നത്, നാളത്തെ ആശങ്കകൾ ഇന്നത്തെ സന്തോഷവും ശ്രദ്ധയും അവസരവും കവർന്നെടുക്കാൻ അനുവദിക്കരുത് എന്നാണ്. എന്നാൽ നിങ്ങളുമായുള്ള പ്രശ്നം ചിലപ്പോൾ എൻ്റെ കാര്യത്തിലുമുണ്ട്. നമ്മൾ നാളെയുമായി വഴക്കിടുന്നു എന്നതാണ് കുഴപ്പം. നാളത്തെ യുദ്ധങ്ങളിൽ പോരാടി നമ്മൾ ക്ഷീണിതരാകുന്നു. ഇന്നത്തെ ശക്തി സ്വയം ചോർത്തിക്കളയുന്നു. നാളത്തെ കഷ്ടപ്പാടുകൾ ഇന്നിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യും. അതിനുള്ള കൃപ നമുക്കില്ല, അതിനുള്ള ശക്തിയും നമുക്കില്ല. അതുകൊണ്ടാണ് തലമുറകളായി നമ്മൾ പറയുന്നത്, നിങ്ങൾ അതിൽ എത്തുന്നത് വരെ ആ പാലം കടക്കരുതെന്ന്. പക്ഷേ നമ്മൾ 5, 10, 15 മൈൽ ദൂരമുള്ള പാലങ്ങൾ വരെ കടക്കുന്നു. നമ്മൾ ഒരു ദിവസം ജീവിക്കണം. ആവർത്തനം 33-25 നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ദിവസങ്ങൾ പോലെയായിരിക്കും നിങ്ങളുടെ ശക്തി. ദൈവത്തിൻ്റെ കൃപ മരുഭൂമിയിലെ മന്ന പോലെയാണ്. നാം ജീവിക്കുന്ന ദിവസത്തേക്ക് അവൻ നമുക്ക് ആവശ്യത്തിന് നൽകും. നിങ്ങൾക്കത് സംഭരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കത് ശേഖരിച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ഭക്തന്റെ വാക്കുകൾ എനിക്കിഷ്ടമാകുന്നത്. ഓരോ ആഴ്ചയിലും 2 ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. വെറും 2 ദിവസങ്ങൾ. ഒന്ന് ഇന്നലെയാണ്, മറ്റൊന്ന് നാളെയാണ്. ഇന്നലെ കടന്നുപോയി എന്നേക്കുമായി കഴിഞ്ഞു. നാളെ ഇതുവരെ വന്നിട്ടില്ല. ഇന്നലത്തെ പോലെ നാളെയും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ്. ഇന്ന് മാത്രമേ നമുക്ക് ജീവിക്കാനും പോരാടാനും കഴിയൂ. ഇന്നത്തെ പോരാട്ടങ്ങളിൽ മാത്രമേ പോരാടാൻ കഴിയൂ. ഏതൊരു സ്ത്രീക്കും ഒരു ദിവസത്തെ ഭാരങ്ങൾ വഹിക്കാൻ കഴിയും. ഏതൊരു പുരുഷനും ഒരു ദിവസത്തെ പ്രലോഭനങ്ങളെ ചെറുക്കാൻ കഴിയും. അത് സത്യമാണ്. ഓരോ ദിവസവും ജീവിക്കുക. നമ്മളിൽ മിക്കവരും പറയും, ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ജീവിക്കാൻ തുടങ്ങും, അപ്പോൾ ഞാൻ മുന്നോട്ട് പോകും. എന്നാൽ പിന്നെ എപ്പോഴും ഒരു പുതിയ കാര്യമുണ്ട്, അല്ലേ? നിങ്ങൾ ഒരിക്കലും അവിടെ എത്തില്ല. എന്നിട്ട് നമ്മൾ പറയും, ഭാവിയിൽ എപ്പോഴെങ്കിലും, പിന്നീട്, ഇപ്പോൾ അല്ല. അത് പലപ്പോഴും ഒരിക്കലും എന്നേക്കുമായി മാറില്ല. പലപ്പോഴും നമ്മളൊരു ലക്ഷ്യം കൈവരിക്കുമ്പോൾ, കുട്ടികൾ വളർന്നു വരുമ്പോൾ, നമുക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ, ഈ പ്രശ്നം മറികടക്കുമ്പോൾ ജീവിതം ആസ്വദിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ സന്തോഷിക്കും എന്ന് പറയും. നമ്മുടെ സന്തോഷം എപ്പോഴും ഭാവിയിലാണ്. എന്നാൽ യാത്രയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഫിനിഷിംഗ് ലൈനിൽ പ്രവർത്തിക്കാത്ത കാര്യങ്ങളിൽ, ഓഫീസിലെ ഈ പ്രശ്നത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഈ ദിവസത്തിന്റെ ഭംഗി നിങ്ങൾക്ക് എപ്പോഴും നഷ്ടമാകും. നിങ്ങൾ വളരെ തിരക്കിലായതിനാൽ നിങ്ങളുടെ കുട്ടി ചെയ്യുന്ന രസകരമായ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിരിക്കുന്നില്ല. നിങ്ങൾ അവരെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന തിരക്കിലായതിനാൽ, അവരുടെ പോരായ്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ ആസ്വദിക്കാനും കഴിയുന്നില്ല. അവർ മെച്ചപ്പെടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാമെന്നാണ് പറയുന്നത്. ജീവിതം ആസ്വദിക്കുന്നതിന് പകരം നമ്മെ വഞ്ചിച്ച് നിലനിൽക്കുന്ന ജീവിതത്തിലേക്ക് നയിക്കാൻ ശത്രു ഇഷ്ടപ്പെടുന്നു. ജീവിതം വളരെ വേഗത്തിൽ പോകുന്നു. ഈ ദിവസത്തിന്റെ ഭംഗി നിങ്ങൾക്ക് നഷ്ടമാകുന്നു. ഇന്ന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരികെ ലഭിക്കില്ല. വർത്തമാനകാലത്ത് തന്നെ തുടരുക. ഒരു ദിവസം മാത്രം എടുക്കുക. നാളത്തേക്ക് നിങ്ങൾക്ക് കൃപയില്ല. അടുത്ത 20 വർഷത്തേക്ക് നിങ്ങൾ കണക്ക് കൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ നിരാശനാകും. ഈ ദിവസത്തേക്ക് നിങ്ങൾക്ക് കൃപയുണ്ട്. നാളെയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ആ ദിവസത്തിന് കൃപ ഉണ്ടാകും. ദൈവം നിയന്ത്രണത്തിലാണെന്നും നിങ്ങളുടെ എല്ലാ ദിവസങ്ങളും അവൻ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്താണെന്ന് അവൻ അറിയാമെന്നും നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ എവിടെയാണോ അവിടെ പോരാടുന്നതിന് പകരം നിങ്ങൾ എവിടെയാണെന്ന് സ്വീകരിക്കാൻ പഠിക്കുക. ഇന്ന് ജീവിതം ഒരു റോളിൽ വിളിച്ചപ്പോൾ നിങ്ങൾ ആവേശഭരിതനായി.
നിങ്ങളുടെ കുടുംബത്തെ ആസ്വദിച്ചു. ഈ ദിവസം ഒരു സമ്മാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളത് പൂർണ്ണമായും ജീവിക്കും. നിങ്ങളുടെ ഭൂതകാലത്തെ ആശ്രയിക്കുന്നില്ല, നിങ്ങളുടെ ഭാവിയെ അടിസ്ഥാനമാക്കിയല്ല. പക്ഷേ നിങ്ങൾ ദാവീദിനെ പോലെ പറയും, ഇത് കർത്താവ് സൃഷ്ടിച്ച ദിവസമാണ്. ഞാൻ വെറുതെ അതിലൂടെ കടന്നു പോകാൻ പോകുന്നില്ല. ഞാൻ അതിൽ സന്തോഷിക്കാൻ പോകുന്നു. ഞാനത് പരമാവധി പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളെ ധൈര്യപ്പെടുത്തിയെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.